ഉറപ്പ് ഹൈക്കമാൻഡിന് കിട്ടിക്കാണണം. അതായത് കെ സുധാകരൻ ഇത്രയും വലിയ ഭീഷണി മുഴക്കുമ്പോഴും കേരളത്തിൽ UDF അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു ഉറപ്പ് ഹൈക്കമാൻഡിന് കൊടുത്തിട്ടുണ്ട്. അതാര് കൊടുത്തു കേരളത്തിൽ നിന്ന്? അല്ലാതെ മറ്റാരാണ് ആ ഉറപ്പ് കൊടുത്തിട്ടുള്ളത്? ദിലീപ് കുമാർ, അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ കാര്യം ഇതിനകത്ത് ഹൈക്കമാൻഡിനുണ്ടോ? കാരണം കെ സുധാകരൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഫാക്ടർ അല്ല എന്ന് ഹൈക്കമാൻഡിന് തോന്നലുണ്ടാകാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അത് പലപ്പോഴും ഈ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അവർക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ, അവർ പല തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ടാകാം. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനങ്ങൾ പലപ്പോഴും അത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. കെ കരുണാകരൻ പോലും ആ പാർട്ടിയോട് മുൻഷിയാണ്, പിന്നല്ലാതെ ചിലപ്പോൾ നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടാകാം. അതിലേറ്റവും പ്രധാനം, ഇപ്പോൾ കെ കരുണാകരൻ പോലും പാർട്ടിയുമായി കലഹിച്ച്, കോൺഗ്രസുമായി കലഹിച്ച് പുറത്തു പോയിട്ടുണ്ട്. ആ സമയത്തും കരുണാകരനെ അങ്ങനെ പിടിച്ചു നിർത്തേണ്ടതില്ല എന്ന ഒരു നിലപാട് കരുണാകരൻ പല വെല്ലുവിളി ആ പാർട്ടിയിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ. നമുക്ക് ബൽറാം നെടുങ്ങാടിക്ക് ഒരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഡൽഹിയിലേക്ക് ഒന്ന് പോയാലോ? ബൽറാം, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഡൽഹിയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അതിനാടകീയമായ രംഗങ്ങൾക്ക് സാധ്യതയുണ്ടോ? എന്താണ് വിവരങ്ങൾ? പറഞ്ഞോളൂ ബൽറാം. GK, കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ നമ്മളും കാത്തിരിക്കുന്നത് കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തും എന്നുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരീകരണമാണ്. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുത്തിരുന്നു, അറിയിച്ചിരുന്നു. അത് മാറ്റിവെച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ കാണാൻ തീരുമാനിച്ചിരുന്നു. അതും മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഒരു അനുനയ നീക്കം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ആ വാർത്താ സമ്മേളനങ്ങൾ മാറ്റിവെച്ചത്. എന്നാൽ ഇപ്പോൾ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നത് തന്റെ പേര് ആ പട്ടികയിൽ ഇല്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ്. പട്ടിക അത് 40 പേരടങ്ങുന്ന പട്ടികയിൽ 5 പേരുടെ പേരുകൾക്ക് അന്തിമ തീരുമാനം കഴിഞ്ഞ ദിവസം ആയിട്ടില്ല. അത് തീരുമാനമാക്കുന്നതിന് മുമ്പായി സംസ്ഥാന നേതൃത്വമായി കൂടിയാലോചിക്കും ദേശീയ നേതൃത്വം എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കൾക്ക് ആ ഒരു പട്ടികയുടെ പകർപ്പ് അയച്ചു നൽകിയിട്ടുണ്ട് അന്തിമ അംഗീകാരത്തിനായി. ആ ഘട്ടത്തിലാണ് അതിൽ കെ സുധാകരന്റെ പേരില്ല എന്ന് വ്യക്തമായിരിക്കുന്നത്. അത് സുധാകരൻ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി പട്ടിക ഔദ്യോഗികമായി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുറത്തുവരും. 7 മണിയോടെ പട്ടിക പുറത്തുവരുമെന്നാണ് AICC വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. എങ്ങനെയെങ്കിൽ ഔദ്യോഗികമായി ആ പട്ടിക പുറത്തു വന്നതിന് ശേഷം ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് എത്തി തന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഒന്ന് കേൾക്കാം. ആഷ്മി, അപ്പൊ ബൽറാം, ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലോറിൽ, നമ്മുടെ ഈ ചർച്ചയ്ക്കിടയിൽ ഒരു പ്രഖ്യാപനം, ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ് ആഷ്മി താജ് ഇബ്രാഹിം. ഈ ഇറങ്ങാൻ പോകുന്ന പട്ടികയിൽ കെ സുധാകരന്റെ പേരില്ല. ആ വാക്കുകൾ ഒന്നുകൂടെ അതേ നാവിൽ നിന്ന് വേണമെങ്കിൽ ശ്രമിക്കാം. ആഷ്മി. അല്ല ബൽറാം, ഞാൻ പറയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ചില സൂചനകളൊക്കെ വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണത്തിൽ നിന്ന് കിട്ടിയ ചില ഇൻസൈറ്റ്സ് ഒക്കെ വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാണ് എന്താണ് കേന്ദ്ര സമിതിയുടെ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, ഒന്നും അറിയാത്താണല്ലോ. അപ്പൊ അതെല്ലാം വെച്ച് ഞാൻ അങ്ങ് പ്രവചിച്ചതാ കെ സുധാകരൻ പട്ടികയിലില്ല. വഴിയാധാരമാവോ? നമ്മുടെ ആഷ്മി വഴിയാധാരമാവോ? അബദ്ധമാവോ? കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും പേരില്ലെന്നാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പ്രവചനം പാടുവോ ബെൽറു? എനിക്ക് തോന്നുന്നത് അങ്ങ് ഡൽഹി വരെ കേൾക്കാനുള്ള വിഷമാണോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. അതല്ല, 1996 എന്ന് പറഞ്ഞാൽ കെ സുധാകരന് മുമ്പ് അവിടെ എൻ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇതുപോലെ വലിയ വടവ. എൻ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ സംഘടന കയ്യടക്കി കഴിയുമ്പോഴാണ് എൻ രാമകൃഷ്ണൻ അപ്രസക്തനായി പോകുന്നത്. അതിന് DCC പ്രസിഡന്റ് ആവുന്നു കെ സുധാകരൻ. 96 തന്റെ സീറ്റ് കെ സുധാകരന് കൊടുത്തതിൽ സങ്കടപ്പെട്ടുകൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് എൻ രാമകൃഷ്ണൻ അന്ന് മാധ്യമങ്ങളെ കാണുകയും എൻ രാമകൃഷ്ണൻ ഇടതുബന്ധത്തോടെ മത്സരിക്കുകയും തോക്കുകയും ചെയ്തു. എൻ രാമകൃഷ്ണന്റെ പതനം എന്ന് രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു. ഏതാണ്ട് അതിനുശേഷം ഉണ്ടായിരുന്നു. ബൽറാം, ഞാൻ പറഞ്ഞത് കേട്ടു എന്നാണ് എന്റെ വിശ്വാസം. അതായത് ആഷ്മി താജ് ഇബ്രാഹിം ഒരു പ്രവചനം നടത്തി. ആ പ്രവചനം സുധാകരന്റെ പേര് ആ പട്ടികയിലില്ല. അപ്പോ അത് വഴിയാധാരമാവോ ആഷ്മി താജ് ഇബ്രാഹിം എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. നിലവിൽ സുധാകരന് ലഭിച്ച വിവരം പോലും അദ്ദേഹത്തിന്റെ പേര് ആ പട്ടികയിൽ ഇല്ല എന്ന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ 2 തവണ വിളിച്ച വാർത്താ സമ്മേളനം അദ്ദേഹം ഒരു സാധ്യത ഇനിയുമെങ്കിലും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടായിരുന്നു മാറ്റിവെച്ചത്. ഹൈക്കമാൻഡിനുമായുള്ള ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു ആ തീരുമാനങ്ങൾ. എന്നാൽ ഇനി അദ്ദേഹത്തിനൊന്നും നോക്കേണ്ടതില്ല. തന്റെ പേര് ആ പട്ടികയിൽ ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത്. അദ്ദേഹം 7
7:15 വാർത്താ സമ്മേളനം നടത്തും. ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ എന്താണ് തനിക്ക് ഇതിനോടുള്ള പ്രതികരണം എന്ന് അദ്ദേഹം അറിയിക്കും. കടുത്ത പ്രതികരണം കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയം കാത്തിരുന്ന ഒരു പ്രതികരണം കൂടിയാണ് അത്. അദ്ദേഹം കടുത്ത നീക്കങ്ങളിലേക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളത് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അദ്ദേഹം ഈ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ പോലും താൻ ഒറ്റയ്ക്കല്ല, നേതാക്കളൊക്കെ തന്നെ ിപ്പിക്കാനുള്ള ശ്രമം നടത്തി. AK ആന്റണിയും ഇടപെട്ടു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇന്ന് രാവിലെ ഒരു നേതാവിനോട് പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്കിനി നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപും കെ സുധാകരനെതിരെ ഉയർന്നു വന്ന ഒരു ആക്ഷേപം ഒരർത്ഥത്തിൽ അദ്ദേഹം BJP നേതാക്കളുമായി സംസാരിക്കുന്നു എന്നതാണ്. ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ തന്നെ അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം BJPയിലെ ചില നേതാക്കൾ ഞാനുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു BJP കെ സുധാകരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതകളുണ്ടോ? മാത്രമല്ല, ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്ന ഒരു വമ്പൻ പ്രഖ്യാപനമായിരിക്കുമോ കെ സുധാകരൻ ഇന്ന് നടത്തുക? കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കെ സുധാകരന്റെ ഇനി നീക്കം എന്ത് എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിച്ചത് കടുത്ത നീക്കങ്ങളിലേക്ക് അദ്ദേഹം കടക്കും. അത് പാർലമെന്റ് അംഗത്വം രാജിവെക്കുന്നത്, ഒപ്പം തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം, ഒറ്റയ്ക്ക് അല്ല താൻ എന്ന് വ്യക്തമാക്കുന്നതിനായി ഏതാണ്ട് 25ഓളം സീറ്റുകളിൽ തന്നോടൊപ്പമുള്ള നേതാക്കളെ, അതും കോൺഗ്രസിന്റെ നിർണായക മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുക തുടങ്ങിയ വലിയ നീക്കങ്ങൾ കെ സുധാകരൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനായുള്ള പ്രാഥമിക ചർച്ചകൾ ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം അദ്ദേഹം മറ്റേതെങ്കിലും ഒരു സഖ്യത്തിന്റെ ഭാഗമാകുമോ, പിന്തുണ തേടുമോ എന്നുള്ള ഈ കാര്യങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിൽ BJPയിലേക്ക് താൻ പോകാനും മടിക്കില്ല എന്ന് അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം അത്തരത്തിലൊരു സംശയം ഉയരുന്നതും BJPയുടേതാണ്. BJPയുടെ ദേശീയ നേതാക്കളുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെയും ഔദ്യോഗികമായി അത്തരം യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നുള്ളതാണ് അവരിൽ നിന്നും ലഭിച്ച ഒരു പ്രതികരണം എന്നുള്ളത്. എന്നാൽ അത്തരമൊരു ചർച്ച നടക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് ഈ 2ാം ഘട്ട പട്ടികയിൽ പോലും ചില മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്നുണ്ട് BJP. അത് നൽകുന്നതും ചില സൂചനകൾ തന്നെയാണ്. എന്തായാലും നിലവിലിപ്പോൾ ഔദ്യോഗികമായ ചർച്ചകൾ നടത്തിയിട്ടില്ല എന്ന് BJP നേതൃത്വം ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാധ്യത, ഇനിയുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.